വാഗ്ദത്തങ്ങളുടെ നായകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ദൈവവചനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവവചനം അനേക വാഗ്ദത്തങ്ങളുടെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഉറവിടമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മനം തകർന്നിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മനം തകർന്നവർക്ക് ചൈതന്യം പകരുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതയാത്ര എന്നത് ദൈവിക വാഗ്ദത്തത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നാം മറന്നു പോകരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ തനിക്ക് ധൈര്യം നൽകുന്നു എന്ന് നാം അറിയുക. മാത്രമല്ല, വാഗ്ദത്തങ്ങൾ ഒരുവനെ നേർവഴിക്ക് നടത്തുവാൻ പര്യാപ്തമാണ്. മാത്രമല്ല, മനുഷ്യന് തൃപ്തി പകരുകയും ആശ്വാസം പകരുകയും ചെയ്യുന്നതാണ് ദൈവിക വാഗ്ദത്തം എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളുടെ പ്രത്യേകതയാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ധൈര്യം പകരുന്നത്, ശക്തി പകരുന്നത്, വിടുതൽ നൽകുന്നത്, ശത്രുവിനോട് പ്രതികരിക്കാൻ പര്യാപ്തമായത് എന്ന് വേണ്ട ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നമ്മളെ ധൈര്യപ്പെടുത്തി നിലനിർത്തുന്ന ഒന്നാണ് ദൈവിക വാഗ്ദത്തം എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരുവൻ കർത്താവിൽ പ്രത്യാശ വെച്ച് നല്ല ധൈര്യവുമുള്ളവനായി ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നൽകുന്ന അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നൽകുന്ന ഉറപ്പെന്താണ്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പിന്നെയും യെശയ്യാ പ്രവചനം 51-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എത്ര കാലമാണ് ഈ ദൈവിക ദയ ഒരു ദൈവഭക്തനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നത്? ഒന്ന്, അവൻ എത്തേണ്ടുന്നിടത്തെത്തുവോളം ദൈവഭക്തനെ ദൈവകൃപയിൽ തന്നെ പൊതിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, പ്രത്യാശയുള്ള ഒരു ശുഭഭാവി വരുവോളം ദൈവം നമ്മളെ നടത്തേണ്ടുന്നത് പോലെ നടത്തും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോസഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തനിക്ക് ഒരു ദർശനം നൽകി. എന്നാൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ, നിർണായകമാകുന്ന സാഹചര്യങ്ങളിലൂടെ ജോസഫ് പലപ്പോഴും കടന്നുപോയി. എന്നാൽ എത്തേണ്ടുന്നിടത്തെത്തിക്കുവോളം അല്ല, ദൈവം ആഗ്രഹിച്ച വാഗ്ദത്തങ്ങൾ നിറവേറുവോളം ദൈവം തൻ്റെ ഭക്തനാകുന്ന യോസഫിനെ കൈവിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമാകുന്ന പ്രതിസന്ധികളിലൂടെ ഞാനോ നിങ്ങളോ നടന്നു നീങ്ങുന്നുവെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയട്ടെ. നാം എത്തേണ്ടുന്നിടത്തെത്തുവോളം, ദൈവികമാകുന്ന ഒരു ശുഭഭാവി നാം പ്രാപിക്കുവോളം, ലോകത്തിൽ മനുഷ്യരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ദൈവസ്നേഹം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തുവാൻ ശക്തനാണ് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ധൈര്യം പൂണ്ട് ദൈവസന്നിധിയിൽ ഭക്തിയുള്ളവരായി ആത്മീക കാഴ്ചപ്പാടോടും ദൗത്യത്തോടും കൂടെ നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ ആയിരിക്കുമ്പോൾ തനിക്ക് ധൈര്യപ്പെടുവാനുള്ള പ്രത്യേകത എന്താണ് എന്ന് കാണുമ്പോൾ, ദൈവസന്നിധിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആശ്വാസങ്ങളുടെ ദൈവമാണ്. 2, ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. ദൈവം വീണ്ടെടുത്ത് തൻ്റെ ജനത്തെ പരിപോഷിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ പരിപോഷിപ്പിച്ച് ധൈര്യത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുക.
എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. മനുഷ്യൻ ഒരുപക്ഷെ വീഴുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ വീഴിച്ച് കളയുവാൻ തക്കവണ്ണം നമ്മളുടെ നേരെ ശക്തിയോടെ എഴുന്നേറ്റ് വന്നു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവഭക്തിയിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു ദൈവപൈതലെ, കർത്താവ് നമുക്ക് തുണയായിരിക്കുന്നിടത്തോളം കാലം ലോകത്തിൻ്റെ ഒരു ശത്രുവിനും ഒരു ശക്തിക്കും ഒരു ആധിപത്യത്തിനും നമ്മളെ തോൽപ്പിച്ച് കളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ കഴിയത്തില്ല. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നാം വായിച്ചത്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഒരുവനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തുണയായിരിക്കുമ്പോൾ ലോകത്തിൽ ചുറ്റുപാടുകളിൽ കാണുന്ന ഒന്നിനെക്കുറിച്ചും നാം ഭയപ്പെടേണ്ടുന്നതില്ല. കാരണം ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. പിന്നെയും അടുത്തൊരു ചോദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യന് നമ്മോട് എന്ത് ചെയ്യുവാൻ കഴിയും? വിട്ട ശ്വാസം തിരിച്ചെടുക്കുവാൻ കഴിയാത്ത അപരിമിതനും ബലഹീനനുമാകുന്ന മനുഷ്യന് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആയതിനാൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഉറപ്പോടെ ദൈവവചനത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഉറപ്പോടെ നമുക്ക് യാത്ര ചെയ്യാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നാം വായിക്കുന്നത് പോലെ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഭക്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ പേടിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതത്രേ എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് യഹോവയിൽ വിശ്വസിച്ച് ധൈര്യശാലികളായി എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നൽകി തരുന്ന നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഏതെങ്കിലും പ്രതികൂലത്തിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെ ഞങ്ങളായിരിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം ഒരു ജയം നൽകണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ.